ഹലോ ഗൈസ്, ഞങ്ങൾ മൂന്നാറിന് കൊടൈക്കനാലിലേക്ക് യാത്രയായി. ഞങ്ങൾ ചുരം കയറി പകുതിയായി. നമുക്ക് ഭയങ്കര സാധനം. ഓക്കെ ഓക്കെ, വണ്ടി അവിടെ പാർക്ക് ചെയ്ത് നോക്കി. ഇവിടെ നേരെ വെച്ച് പിടിക്കാണ് കൊടൈക്കനാൽ. എന്താ ചെയ്യാം? ഓക്കെ, റോഡിന്റെ വൈബ്. ഓക്കെ ഗൈസ്, ഞങ്ങളിതാ കൊടൈക്കനാൽ റൂമിലെത്തി. ഇപ്പോ അപ്പൊ ഫുഡ് കഴിക്കാൻ പോണം. എത്തിയപ്പോഴേ ഫുൾ ലൈറ്റ് ആയിക്കണം. പക്ഷെ അതിന് ഭയങ്കര ബ്ലോക്കിംഗ് ഉണ്ടായിരുന്നു. പിന്നെ എത്താൻ വൈകിയെന്ന് വെച്ചാല് ചെക്ക് പോസ്റ്റൊക്കെ പോലീസൊക്കെ പിടിച്ച് ആകെ പണി കിട്ടി. എന്ത് ചെയ്യാനാ, ഇവന് ലൈസൻസും ഇല്ല. ഇവൻ വണ്ടി ഇവൻ ഉണ്ടായോണ്ട് അത്രയും കഴിച്ചായി നമ്മൾ കേട്ടോ. ചെറിയ ഫൈനൊക്കെ കൊടുത്ത് നമ്മളെന്തായാലും രക്ഷപ്പെട്ടു പോന്നു. എന്തായാലും റൂമിലെത്തി സേഫായിട്ട്. ഇനിയിപ്പോ നമ്മളൊന്ന് ഫ്രഷ് ആവണം, ഒന്ന് ഫുഡ് കഴിക്കണം. ചൂടോ തണുപ്പ്, മഞ്ഞായി തണുപ്പട്ടോ കൊടൈക്കനാലില്. അപ്പൊ റൂമൊന്നും അടിപൊളി റൂമാണ്, കുഴപ്പമൊന്നുമില്ല, മോശമായ റൂമൊന്നുമല്ല. അപ്പൊ ഈ റൂമിന്റെ ലൊക്കേഷൻ എന്തായാലും നിങ്ങൾക്ക് ഷെയർ ചെയ്യില്ല. ഈ ലിങ്കിൽ ഞാൻ കൊടുക്കുന്നുണ്ട് വീഡിയോന്റെ. അപ്പോൾ ആർക്കെങ്കിലൊക്കെ കൊടൈക്കനാൽ വരികയാണെങ്കിൽ ഞാൻ ഇവിടെ വിളിച്ചാൽ മതി. ചെറുതായിട്ട് 2500 നമ്മൾ പറയുന്ന ടീമിന്റെ ഒരു ഗൾഫിൽ നമ്മൾ വന്നാണ്. നമ്മൾ ബിബിച്ചേട്ടൻ വന്ന ആളുണ്ട് ഇവിടെ കൊടൈക്കനാലിൽ റിസോർട്ട് നടത്തുന്ന ആളാണ്. പുള്ളിന്റെ ഗൾഫിലാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ അങ്ങനെ സെറ്റപ്പ് ആയപ്പോൾ പുള്ളിന്റെ ഗൾഫിൽ നമുക്ക് റൂം കിട്ടി 2500. നമ്മളിപ്പോൾ റൂമിൽ കയറി. നാളെ രാവിലെ നമുക്ക് എന്തെങ്കിലും സ്ഥലം കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നാളെ രാവിലെ നമ്മൾ കാണും. അപ്പോൾ നമ്മൾ കാണിച്ചു തരും. അപ്പോൾ ഗൈസ്, ഇനി ഫുഡ് ഗൈസ് നൈറ്റ് പൊള്ളിയാണ്. നോക്ക് ഉണ്ടോ, നമ്മളെ വണ്ടിയിൽ പാർക്ക് ചെയ്തിട്ടുണ്ടോ. രാവിലെ അടിപൊളിയാവും കേട്ടോ. ഇപ്പൊ നൈറ്റിന് അന്യായ ലുക്കാണ് സത്യം ആണെങ്കിൽ. നല്ല വ്യൂ ആണ് കേട്ടോ. ഉണ്ടോ, നമ്മൾ ഒരു റിസോർട്ട് എടുത്തുന്നത്. ഓക്കെ, ഇനി ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. നല്ല ഹോട്ടൽ നോക്കട്ടെ എന്തായാലും പോയിട്ട്. പല വയസ്സ് നിങ്ങൾ ഫുഡ് കഴിക്കാൻ അങ്ങാടിയിലെത്തി. ഭയങ്കര അന്യായ തിരക്കാണ് മൊത്തമായിട്ട്. അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഹോട്ടലിൽ സ്ഥലമില്ല. വേറെ ആയിട്ടിങ്ങനെയുള്ള ഹോട്ടൽ നോക്കിയത് കോട്ടൊക്കെ വേണമെങ്കിൽ നല്ല കോട്ടൊക്കെ എവിടെയുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്? ആഹാ, ഭയങ്കര തണുപ്പില്ലേ. നല്ല ഗ്രാമം. കോട്ടകളൊക്കെ വെക്കണ എന്തായാലും നമ്മള് അടിച്ചു പൊളിക്കാണ്. ഇപ്പൊ കിട്ടിയ ഗ്യാപ്പിൽ മുതലാക്കണം, അടിച്ചു പൊളിക്കാം. എന്തെങ്കിലും നമുക്ക് കൂട്ടിക്കല്ലേ? അവിടെ എന്താ അവസ്ഥ? സീറ്റിലാത്തണ്ട. ഇവിടെ എന്താ അവസ്ഥ? സ്ഥലമൊന്നുമില്ല, ഫുള്ളായിക്കണേ അല്ലേ? എന്തൊക്കെയാണെന്ന് സ്ഥലമൊന്നുമില്ല നമുക്ക്. ഫുള്ളായില്ലേ? നമുക്ക് ഫുള്ളായില്ലേ? സീറ്റൊന്നുമില്ല. ക്യൂ നിൽക്കുന്ന അവസ്ഥ വന്നിപ്പോ. തമിഴ്നാട്ടിലാണ് ക്യൂ നിൽക്കുന്ന അവസ്ഥ വന്നു. അടിപൊളി, നല്ല ലൈറ്റ് വേണമെങ്കിൽ ചെറിയ അറിയണം. അറിഞ്ഞില്ലെങ്കിൽ നോക്കാവുന്നു. നമ്മൾ സ്ഥലങ്ങൾ മനസ്സിലാക്കണോ. നമ്മൾ റൂമിൽ തന്നെ ഒരു 3-4 കിലോമീറ്റർ വന്നത് ഫുഡ് കഴിക്കാൻ തന്നെ. ഭയങ്കര അന്യായ കാറ്റ്. കാണാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നൈറ്റ് ഇവിടെയൊക്കെ ടൗണിൽ. പക്ഷേ പകലാകുമ്പോൾ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോകും. ലൊക്കേഷൻ ഫുഡ് കഴിക്കാൻ വരുമ്പോൾ നല്ലൊരു വൈബാണ് അവിടെ. നടക്കാണ് ഇപ്പോൾ. റൂമൊക്കെ വെറുതെ ഗൈസ് ഞങ്ങൾ എടുത്തണം കേട്ടോ. കടന്നിറങ്ങാൻ റൂം എടുത്താണ്. പക്ഷെ റൂമൊന്നുമില്ല, വെറുതെ തണ്ടാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയ കേട്ടോ. വണ്ടി എവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. ഓ ഭയങ്കര തണുപ്പാണ് അല്ലേ? അതെ
നിനക്ക് നീ പറയാണ്ടോ? പറയ് പ്രസാദേ പറയ്, എന്താ പറയല്ലേ? ചേർത്തെ കൊടൈക്കനാല് എന്താ പറയാല്ലേ? കൊടൈക്കനാല് എന്താ പറയാല്ലേ? പറയേ ഒന്നുമില്ല. ഇറ്റ്സ് എ വെരി വണ്ടർഫുൾ പ്ലേസ്. വണ്ടി വന്നിട്ടോ, വെരി കോൾഡ് അറ്റ്മോസ്ഫിയർ. ഇംഗ്ലീഷ് കേട്ടോ, പക്ഷെ നമുക്ക് മനസ്സിലാവില്ല ഓൻ പറയുന്നു. ഒരൈറ്റം പോകും. ഒരു ഹോട്ടലിൽ നോക്കി കിടക്കണം ഗൈസ്, എന്ത് ചെയ്യാനാ? ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ നോക്കി കിടക്കണം. ഇപ്പോൾ എല്ലാ ഹോട്ടലിലും മൊത്തം ആള് ഫുള്ളായിക്കണം. കൊടൈക്കനാൽ ടൗണിൽ വന്നിട്ട് ഹോട്ടലിൽ നോക്കി എടുക്കണം. നല്ല ഹോട്ടലില്ല, കുഞ്ഞു ഹോട്ടൽ കണ്ടു. ഇവിടെ എന്താ അവസ്ഥ? ഒരു അല്ലേ ചോദിച്ചോക്കെ എന്താണല്ലോ ചോദിക്കാ. എന്തല്ലേ? ബിരിയാണി, ദോശ, ചപ്പാത്തി, ഉത്തപ്പം എല്ലാം ഉണ്ട്. പൊറോട്ട അല്ല, പൊറോട്ട ഒരു 3 കിലോമീറ്റർ പോണാ കിടക്കും. ഇവിടെ ഇല്ലല്ലോ പൊറോട്ട. ഇവിടെ ഇല്ലാത്തോണ്ടല്ലേ 3 കിലോമീറ്റർ പോയാൽ കിടക്കുന്നു പറഞ്ഞത്. കേട്ടാ ഞാൻ എന്താ ഇവിടെ ഇല്ലാത്തോണ്ട് ചോദിച്ചോളൂ. ഫുഡ് കഴിക്കാൻ ലൊക്കേഷൻ നമ്മൾ അവിടെ കഴിച്ചാൽ അവിടെ നമ്മള് വണ്ടി എടുത്തില്ല, അന്ന് കഴിച്ചാൽ മതി ഫുഡ്. ആ കുഴപ്പമില്ല, നല്ല ഫുഡ് കഴിക്കാനോ നമുക്ക്. എന്തൊക്കെ പേരുകളാ ഹോട്ടലിലെ പേരുകൾ അല്ലേ? ഇവിടെ മൊത്തം ചോക്ലേറ്റ് അല്ലേ? വൈനും ചോക്ലേറ്റ് ഫുള്ള് ലൈവായി നിൽക്കുന്നത്. നൈറ്റ് ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. എന്ത് ചെയ്യാൻ? തണുപ്പ് ഇറക്കിയ ആ ശരീരത്തിൽ തണുപ്പോ തണുപ്പ് എന്നല്ലേ? ലൈവായിട്ട് കാടൻ കോഴി ലൈവായിട്ട് കാടൻ ലൈവായിട്ട് എന്തൊക്കെ സ്ഥലങ്ങളാ നോക്ക്. ചെറിയ കൊമ്പായോണ്ട് പ്രശ്നമില്ല നമുക്ക്. അപ്പൊ നിങ്ങളൊക്കെ ഇവിടേക്ക് വരികയാണെങ്കിൽ ഒരുപാട് ടൗൺ കാണാനുണ്ട്. ഒരകത്ത് തന്നെ ഇതാണ് ടൗണൊക്കെ വരുന്നത്. നല്ല ഏരിയ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അറിയണം നമ്മൾ വരുമ്പോൾ. പിന്നെ വണ്ടി നമ്മൾ അവിടെ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് കാര്യമില്ല. വണ്ടി വെക്കുമ്പോൾ നമ്മൾ സേഫ്റ്റി ആയിട്ട് വണ്ടി കൊണ്ട് വെക്കണം. അല്ലെങ്കിൽ ആരെങ്കിലും വന്നിട്ട് തട്ടിയും മുട്ടിയൊക്കെ പോകും കേട്ടോ. വണ്ടി സേഫ്റ്റി ആക്കണം കേട്ടോ. ചേട്ടു അതാ രണ്ട് 3-4 ടീമുണ്ട്. നല്ല ഗായ്സ് ഞാൻ എന്ത് ചെയ്യാനാ? ഒരു ഡോഗ് പോവും. ചെറുതേ കണ്ണു മോദി എവിടേക്ക് പോയാറിയോ? ഇതെവിടേക്ക് പോണേ? നമ്മള് വണ്ടി അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടോ. ഇനി വണ്ടി എടുക്കുന്നത് 2-3 ഇനി എനിക്കറിയില്ല എന്തൊക്കെ പ്ലാനിങ് ഉണ്ട് ഇവിടെ. അങ്ങാടി കഴിഞ്ഞ നമ്മൾ കേട്ടോ. ഫുഡ് കഴിക്കാൻ പോണ് കോല ഗൈസ്. കോലയൊക്കെ ഇറങ്ങുന്നു. ഫുഡ് കിട്ടുമോ? നമ്മൾ റൂമൊക്കെ എടുത്ത് കടന്നു കണ്ടേ. നമുക്ക് എടുത്ത റൂമിൽ കടന്നു കണ്ടേ? എടുത്ത റൂമിൽ കടന്നു കണ്ടേ നമുക്ക്. എന്നാ ഫുഡ് കഴിച്ചില്ലേ പോവല്ലോ ഇവിടുന്ന്. നാളെ രാവിലെ നേരത്തെ പോകണ്ടേ? ഇതെന്തല്ലേ വെറൈറ്റി സംഭവം അല്ലേ? ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് നൈറ്റില്ലേ. ഓക്കെ, അടുത്തന്നെ ഹോട്ടലിൽ നോക്കി ഇറക്കാണ്. ഇവനെ ഹോട്ടലിൽ നോക്കി ഇറക്കും കേട്ടോ. അതെ, വണ്ടി നമ്മൾ എവിടെ കൊണ്ടുവന്ന് അറിയോ? ഞാൻ എടുക്കാൻ പോകണ്ട അങ്ങോട്ട്. വണ്ടി അവിടെയും ഹോട്ടലിൽ നമുക്ക് ഉപയോഗിക്കുന്നു. നല്ല കട.
ആൾക്കാരെ അത് മയന്റെ വെളുത്തുള്ളി വില കമ്മി കേട്ടോ അല്ലേ? വെളുത്തുള്ളി വെളുത്തുള്ളിന്ന് വില കമ്മിയാ. ആ ടീമുകളൊക്കെ എന്തിനെ പറ്റുമല്ലേ? വെളുത്തുള്ളി നല്ല വെളുത്തുള്ളി ഇവിടുത്തെ നാട് വെളുത്തുള്ളി വില കമ്മിയിൽ കിട്ടും. അതിപ്പോ നമ്മുടെ അടുത്ത് നല്ല വെളുത്തുള്ളി കിട്ടും. ദേശീയ അവിടെ ഫുഡ് കഴിക്കണേ ഇതോ ഇത് വേണ്ട അത് വേണ്ട, നമുക്ക് നല്ല ഹോട്ടൽ നോക്കാം. ഇവിടെ കയറി പറയും ഇവിടെ കയറി എന്താ കഴിക്കലോ ശരിയാത്തോന്ന് കണ്ട ഹോട്ടലിലൊക്കെ തട്ടിപ്പോലുണ്ടോ? എന്തായാലും വെച്ചാ കഴിക്കാൻ ചോദിക്കട്ടെ പോയിട്ട് ആദ്യം എന്നിട്ട് മതി കയറി നിൽക്കല്. ഇല്ലല്ലോ ഒന്നുമില്ലല്ലോ. ഏതന്നെ നല്ല ഹോട്ടലൊന്നും ഇല്ല ഇവിടെ എവിടെയും. എന്ത് ചെയ്യാനാ, കൊടൈക്കനാല് വന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റുന്ന അവസ്ഥയായി അല്ലേ? എന്താ നല്ലത് ബ്ലാക്ക്. ഓക്കെ, മൂന്നാൾക്ക് കറക്റ്റ് ബ്ലാക്ക് ഷർട്ട്. ഓക്കെ അല്ലേ? എടോ നിങ്ങളുടെ ഫാൻസി ഡ്രസ്സാണോ ഇത്? അല്ല മൂന്നാൾക്ക് ഒരേമാതിരി ഡ്രസ്സ്. അതന്നെ എടാ എത്ര കഴിച്ചോ? ഏതെങ്കിലും കഴിക്കണം, നമുക്ക് ഒന്ന് കഴിക്കല്ലേ? ഇതെന്താ ഫുഡ്? ഇവിടെ വേണ്ട. നല്ല ഓട്ടമൊന്നും ഇല്ലേ? നല്ല ഓട്ടമൊന്നും ഇല്ലേ? പറയാം പ്ലാനിങ് കേട്ടോ, നടക്കലില്ല ഒന്നും. എന്താ ഇത് എനിക്ക് ഹോസ്പിറ്റോ നല്ല വിശപ്പുണ്ട്. നമ്മൾ റൂം വാടക എടുത്താണ്, ആ റൂമിൽ കിടന്നു നമുക്ക് നല്ല കാഴ്ചകൾ. ഓക്കെ വടി കൊടുത്തോ. ഓക്കെ മൂന്നാ വന്നിട്ട് കൊടൈക്കനാൽ വന്നിട്ട് അധികം കണ്ടിട്ട് മോശമല്ലേ? എന്താ തണുപ്പിട്ടോ, അന്യായി തണുപ്പ് ഗൈസ്. അപ്പോൾ നിങ്ങളൊക്കെ ഇവിടെ വരികയാണെങ്കിൽ എന്തായാലും ഇങ്ങനത്തെ സിറ്റിലൊക്കെ നൈറ്റ് ഇറങ്ങാൻ നോക്കുക മെയിനായിട്ട്. ഓക്കെ, ഇറങ്ങുമ്പോൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് വണ്ടി പാർക്ക് ചെയ്യുക. നമ്മൾ സ്വന്തം വണ്ടിയാണ്. ഇവിടുത്തെ ടീമുകൾ ഞാൻ പോയി പോക്കുണ്ടോ? ഇവിടുത്തെ ടീമുകൾ വണ്ടി നിർത്തി പോകും, അവർക്കൊന്നുമില്ല, ഓരോ നാടാണ്. നമ്മുടെ നാട്ടിൽ പോയി കഴിഞ്ഞാലും ഇത് സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ നമ്മളെ വണ്ടി നമ്മൾ തന്നെ നന്നാക്കേണ്ടി വരും നാശമായി കഴിഞ്ഞാൽ ഗൈസ്. അപ്പോൾ കുഞ്ഞ ഹോട്ടലിലേക്ക് വന്നിട്ടോ, ഞാൻ ഹോട്ടലിട്ടോ അത് നിർത്തില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഗൈസ് അവിടെ കറങ്ങി പിടിച്ച് ലാസ്റ്റ് വണ്ടി പാർക്കിങ് ചെയ്ത ഹോട്ടലിലേക്ക് പിന്നെയും വന്നു. വേറെ ഒന്നുമില്ല, അവിടെ നല്ല ഫുഡൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇത് നല്ല ഹോട്ടലൊന്നും പോയി നോക്കിയപ്പോൾ നല്ല ഇനിയിപ്പോൾ ഓർമ്മ കഴിക്കാൻ നടക്കില്ല. ഭയങ്കര തിരക്കാണ് കേട്ടോ അവിടെ. ഓക്കെ ഭയങ്കര തിരക്കാണ്, ഫുഡൊക്കെ ഉണ്ട് പക്ഷെ ഭയങ്കര തിരക്കാണ് ഹോട്ടലിലേക്ക്. ഇവിടെയെങ്കിലും കഴിക്കണ്ടായാൽ മതിയായിരുന്നു ഗൈസ്. അപ്പോൾ ഫുഡ് കഴിക്കട്ടെ എന്തായാലും. ഫുഡ് കിട്ടാൻ അറിയില്ല, നോക്കാം നമുക്ക്. വണ്ടിയോട് പാസ് ചെയ്തു കേട്ടോ. അപ്പോൾ ഗൈസ് ഫുഡ് കഴിച്ചു, വയറുള്ളായി. ചിക്കൻ ഫ്രൈഡ് റൈസ് കഴിച്ചു, ഇപ്പോൾ ഏകദേശം വയറുള്ളായി. രാവിലെ നേരിക്കുക ഇരിക്കുന്ന കാര്യം ഓർക്കുമ്പോൾ ചെയ്യുന്നറിയില്ല എനിക്ക് കാര്യം. ഭയങ്കര തണുപ്പട്ടോ. ഒന്ന് ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ രാവിലെ ആയി, ഞങ്ങൾ എണീച്ചു ഫ്രഷായി. നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ലൊക്കേഷനിലൊക്കെ നമ്മൾ പ്ലാനിട്ടുണ്ട് പോകണം.
എല്ലാവരും തണുപ്പ് വെള്ളട്ടോ കുളിക്കാനൊന്നും പറ്റുന്ന അവസ്ഥ വന്നു. എന്നാലും കുളിക്കാനൊക്കെ പറ്റില്ല, കുളിച്ചു. അപ്പോൾ എല്ലാവരും നമ്മൾ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. അതാണ് നമ്മൾ ഇന്ന് താമസിച്ച റൂം. ഓക്കെ, നല്ല ഗ്രാമമൊക്കെ സ്ഥല ഗ്രാമമാണ്. അപ്പോൾ എല്ലാവരും വരികയാണെങ്കിൽ ഇവിടെയൊക്കെ റൂം എടുക്കാൻ നോക്കുക. നമ്മൾ ലൊക്കേഷൻ എന്തായാലും കൊടുക്കുക, നമ്പർ എന്തായാലും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. വിളിച്ചാൽ മതി ഏത് ടൈമിലും. ഓക്കെ കേട്ടോ. വണ്ടി നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തിരുന്നത്, വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരുന്നത്, അതേപോലെ ഇവിടെയും പാർക്ക് ചെയ്യാൻ പറ്റും വണ്ടിയൊക്കെ. അപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോലെ എന്തായാലും അടുത്തടിക്കുമ്പോൾ സാറ് പോകുന്നത് അടുത്തടിക്കുമ്പോൾ നമുക്ക് ഗുണക്കേവ് കയറിട്ട് പൂണ്ടി വഴി ലേക്ക് വരുന്നതാവും. അപ്പൊ നമ്മൾ ആദ്യം പ്ലാനിങ് നോക്കും. നമുക്ക് ലേക്ക് ആൻഡ് ഗുണക്കേവ്, ഡോൾഫിൻ ഹൗസ് ആൻഡ് നമ്മള് തിരിച്ചിട്ട് നമ്മള് പൂണ്ടി അല്ലേ അങ്ങനെ പോവാ. ഞങ്ങളെന്താ ഇറങ്ങാൻ നോക്കുകയാണ്. ഇപ്പൊ ചാവി എല്ലാം ക്ലോസിങ് ചെയ്ത് ചാവി കൊടുത്തു എല്ലാവർക്കും. ഓണർ വന്നു, ഓണർക്ക് ചാവി കൊടുത്തു. നല്ല കമ്പനി ആയി കേട്ടോ. പുള്ളി പറഞ്ഞു ഇനി അടുത്ത് എന്തായാലും വരും, നമുക്ക് എന്തായാലും സെറ്റ് ആക്കാന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളെന്തായാലും സഹായിച്ചു തരും. പുള്ളി നല്ലൊരു മനുഷ്യനാണ്, സ്നേഹമുള്ള പുള്ളി കേട്ടോ. പുള്ളി എല്ലാ കാര്യങ്ങളും നമ്മൾ സഹകരിച്ച് തന്നു. നമ്മൾ പുള്ളി എന്താണെന്നറിയോ, നിങ്ങൾ ഇനിയിപ്പോൾ ഫ്രഷ് ആവാൻ വേണ്ടി തിരിച്ച് റൂമിലേക്ക് വന്നോ, നമുക്ക് ചെയ്ത് പോകാം, അങ്ങനെയൊക്കെ പുള്ളി സഹകരിച്ച് തന്നു നമുക്ക്. ബാക്കിയുള്ള സഹകരിക്കും കൂടി നമുക്കില്ല. അപ്പോൾ ഇതാ ലൊക്കേഷൻ. അപ്പോൾ നമ്മളെന്തായാലും വണ്ടി കയറാൻ പോവാണ്. അപ്പോൾ നമ്മളെന്തായാലും അടുത്ത ലൊക്കേഷൻ കണ്ടുമുട്ടാം. ഓക്കെ ഗൈസ്, അടുത്ത ലൊക്കേഷൻ. ഓക്കെ ഹലോ ഗൈസ്, ഞങ്ങൾ ലൊക്കേഷൻ എത്തിയ ലൊക്കേഷൻ എവിടെയാണ്? എവിടെ? ഡോൾഫിൻസ് നോസ്. ഞങ്ങൾ അവിടെ എത്തിയിട്ടപ്പോൾ ഗൈസ് ഇതാ ആശൻ പുള്ളി ലുക്കിൽ വരികയാണ്. ചേർത്തട്ടാ എന്തെങ്കിലും പറയാൻ ഇവിടെ എത്തിയിട്ട് സൂപ്പറല്ലേ? നല്ല വണ്ടി, ഒരുപാട് വണ്ടി ഉണ്ടല്ലേ? ഭയങ്കര തിരക്കാട്ടോ, രാവിലെ തന്നെ ഭയങ്കര തിരക്കണം. ഗൈസ് തണുപ്പും ചെറിയ ചൂടില്ലേ? ചെറിയ തണുപ്പുണ്ട്, ചെറിയ ചൂടും. മാറുന്ന നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് അവസ്ഥ? നോക്കിയേ, പ്രസാദ് ശരത്തായിട്ട് അല്ലേ? അതെ, എന്താ പറ്റിയ ഭയങ്കര ഇവിടെ ഹോട്ടലുണ്ടല്ലോ. ഇവിടെ ഹോട്ടലുണ്ട് കേട്ടോ, ഇവിടെ ഹോട്ടലുണ്ട് കേട്ടോ. പൊങ്കൽ ബ്രേക്ക്ഫാസ്റ്റ് ദമ്മക്ക് പിടിക്കണ്ടല്ലോ. ഹോട്ടലൊക്കെ ഉണ്ടോ? ഹോട്ടലല്ലേ അല്ലേ? അല്ലേ ചൈന ഫുഡാണ്. പിന്നെ ഇത് വേണ്ടേ? അതിലുണ്ടല്ലേ? അല്ലല്ല, അത് ഹിമാലയയുടെ. അപ്പോൾ ഗൈസ് നമ്മളിതാ അങ്ങോട്ട് പോകാൻ നോക്കുകയാണ് ലൊക്കേഷനൊക്കെ. അപ്പോൾ നമ്മൾ പകുതി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഈ കടൻ്റെ ഫ്രണ്ടിലൊരു ഇടവൈക്കുള്ള ഇറങ്ങിപ്പോകുന്നുണ്ട്. ഇറങ്ങിപ്പോകാൻ പാടുള്ളൂ. നമ്മൾ നേരെ പോയി, പക്ഷേ നമ്മൾ നേരെ പോയപ്പോൾ അതെൻ്റെ വയ്യ ഇതാണ് വയ്യ വന്നു. ഇതിനെ ഇറങ്ങി പോവാണ് ഗൈസ്. നോക്കോ ഒന്നും കൊണ്ടുപോയിക്കാൻ പോലെ എന്താ സ്ഥലല്ലേ? അമ്മോ നിങ്ങൾ കയറണ്ടേ ശരത്തെ? ഏതിനെ പോകണം? വേപ്പോക്ക് നേരെ ആവും, ചിലപ്പോൾ നേരെ ഉണ്ടാവും. ആദ്യമായിട്ടായതുകൊണ്ട് മനസ്സിലാവണില്ല അല്ലേ? ഇത് വയ്യേ ഇതിനാണോ അങ്ങനെ വൈകിട്ടോ? അപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ ഡൗട്ട് അടിക്കണ്ട. അതുകൊണ്ടാണ് ഈ വീഡിയോസിന് എപ്പോഴും പറയാൻ കാണുന്നതില്ലേ. ഞങ്ങൾ നേരെ പോയത്. അപ്പോൾ നേരെ പോയപ്പോൾ വഴി തെറ്റി. അപ്പോൾ ഒരു പറഞ്ഞു അതിനല്ല പോകേണ്ടത്, ഇതിനാ പോകേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ ഇതിനെ വന്നു. താഴത്തേക്ക് ഇറങ്ങി പോവാണ്ട് കേട്ടോ. അന്യായ ഇറക്കാണ്. ഇനി ഇങ്ങോട്ട് കയറും വേണം അതേമാതിരി തന്നെ. ശതടാ ഇങ്ങോട്ട് കയറണം നമ്മള്. ഉണ്ടല്ലേ ചെരുപ്പ് കട. ഞാൻ മനസ്സിലായി എന്താ അറിയോ, കയറ്റിറങ്ങുമ്പോ തന്നെ ചെരുപ്പ് കിട്ടുമെന്ന് അറിയാം. അതാണ് ചെരുപ്പ് അടുത്ത് വെച്ചത് ശരത്തേട്ടാ.
ഈ കയറ്റം ഇറക്കി കയറുന്ന ചെരുപ്പിന് വഹിക്കാവുന്ന അറിയാലോ. இந்த பக்கம் வை, இங்க டேஞ்சர் வை. கண்டிப்பா ഇതേ മാതിരി അങ്ങോട്ടും കയറണം. ഓ അടിപൊളിയാവും. ക്ലൈമറ്റ് കേട്ടോ, അടിപൊളി ക്ലൈമറ്റ്. മറ്റേ പാട്ടില്ല, പച്ചപ്പും തേടി നടന്നു, ആ പാടില്ലേ? അങ്ങനത്തെ പാട്ടുണ്ട് കേട്ടോ. ശരത്തെ നോക്ക്, ചെക്കൻ രാവിലെ നൈറ്റ് റൂമിൽ കയറി പുതപ്പ് മുഖത്തിട്ടായിരുന്നു. തുമ്പൽ പിടിച്ചാൽ കാലിൻ്റെ അടിയിലൊക്കെ തുമ്പൽ തുമ്പല്. എന്താ ശബരിമലക്കിൽ എത്ര ഇറക്കും. എന്റെ ഇരുത്തച്ഛൻ മുതൽ വാങ്ങാൻ പോകാനല്ലോ, പോയി ഇരിക്കല്ലേ. ഇവിടുത്തെ ലൈൻസിന് എടുക്കാൻ പോവല്ലേന്ന്. ഇരുത്തച്ഛൻ മുതൽ വാങ്ങാൻ വേണ്ടി പോകാൻ പോകാനുണ്ടോ? ഞങ്ങോട്ട് കേറണ്ടേ? ഓക്കെ, ആ വളർത്തില്ലല്ലോ, കുട്ടികളെ വളർത്തില്ലല്ലോ. ഓ മോനെ കയറും, വെള്ളമല്ല ഞാൻ കയറും. സത്യോ? ശരത്തെ വന്നല്ലോ. കാല് ഭയങ്കര വേദന കേട്ടോ. ശ്രദ്ധിച്ചു പറഞ്ഞോ, ഭയങ്കര അറക്കായി പോയത്. അന്യായ സ്ഥലാട്ടോ. എന്നിട്ട് കയറുന്ന അവസ്ഥ വിളിച്ചു. പാകിട്ടുണ്ടോ? ഐസ്ക്രീം എത്തിയില്ലേ അവിടെ? നീ വേണോ? ശരത്തേട്ടാ വാ, നീ കഴിച്ചു പോവാ. വേണ്ട ശരത്തെ, ഇറങ്ങും പണിയിട്ടു വയറ് കൊളുത്തുമ്പോ തായ് തുടിയാ. വാ ആ വാ, ഞാൻ കണ്ട് ഇത് കുടിച്ചാകുമ്പോഴത്തേനെ ഭയങ്കര പണിയിട്ടു. വയറ് കൊളുത്തു നമുക്ക്. കാലൊക്കെ ഇരുന്ന് കടച്ചിട്ടോ. അമ്മേ കാല് തരിക്കുന്നുണ്ട്.
കടകൾ കേട്ടോ, അവിടെ കടകളൊക്കെ ഉണ്ട്. ഫ്രൂട്ട്സ് ഒക്കെ ഓക്കെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ സ്ഥലം? നിങ്ങൾ പറയും. നല്ലതാണ്, പൊളിയല്ലേ? സൂപ്പർ അല്ലേ? ഓ അന്യായ അറക്കായി പോയില്ലോ. ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ നല്ല വ്യൂ അല്ലേ? സെറ്റ് ചേട്ടാ, എങ്ങനെയുണ്ട് സ്ഥലം? താഴ്ത്തിക്ക് കൊണ്ടിരുന്നു പകുതി ഭാഗമാണ് പകുതി ഭാഗത്തല്ലേ. വെള്ളത്തിൽ അയച്ചു. അവിടുന്ന് കുറച്ച് മണിക്കായിട്ട് വെള്ളം കുടിക്കാൻ വന്നു. കേട്ടുന്ന മുസ്ലിംബിയാണ്. ഇവരൊക്കെ ചായയാണ് പറഞ്ഞോ. മുസ്ലിംബിയാണോ? മുസ്ലിംബി ചായയും എന്താ വേണ്ട പറഞ്ഞേക്കണത്. മുസ്ലിം ജ്യൂസ് വെറൈറ്റി മുസ്ലിം ജ്യൂസ് അല്ലേ? ഇവിടെ തണുപ്പൊന്നും വേണ്ട, തണുപ്പ് ഓട്ടോമാറ്റിക് ഉണ്ട് അല്ലേ? ചേർത്തെ ഐസ് എന്താ? ഐസ് എന്താണ് നേരത്തെ? ഐസൊന്നും വേണ്ട ഇവിടെ. പിന്നെ തണുപ്പാണ് അവിടെ. ചെക്കൻ പാവ് വാങ്ങിയിരിക്കട്ടോ. മുസംബി ജ്യൂസ് കിട്ടി. മുസംബി ജ്യൂസ് സൂപ്പർ. ചപ്പാത്തി ഒന്നര പൊട്ടുന്നുണ്ട്. നമുക്കെന്തോ ചായ വേണ്ട, അപ്പൊ അതിന്റെ സെറ്റപ്പ് ചെയ്യണ്ട കേട്ടോ. ജ്യൂസ് മതി, വയ്യ മധുരം. ചായ കുടിക്കാൻ വയ്യ. നല്ല അന്യായ അറക്കായി ഞങ്ങൾ കയറുമ്പോ സൂപ്പറായിട്ടോ. അപ്പോൾ ഗൈസ് ഞങ്ങൾ വെള്ളം കൂടി കഴിഞ്ഞ് ചായയും കൂടി കഴിഞ്ഞു. ഇനി ഇതാ പിന്നെയും താഴ്ത്തിക്ക് ഇറങ്ങണം. ഇനിയും അര കിലോമീറ്റർ ഇനിയും താഴ്ത്തിക്ക് ഉണ്ടെന്ന് പറഞ്ഞ പോലെ നമ്മൾ മേലിൽ നിന്ന് ഇറങ്ങിയില്ലേ, അതേപോലെ തന്നെ കിലോമീറ്റർ അല്ല കിലോമീറ്ററിന് താഴ്ത്തിക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത് അവർ. ഇറക്കാൻ വയ്യ, കാലാകെ തരിക്കുകയാണ്. തരിപ്പ് എല്ലാം കൊണ്ട് വേദനയുണ്ട്, കാല് കുളക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, നല്ല അറക്കട്ടോ. ഇനി ഇതേമാതിരി താഴത്തേക്ക് ഇനിയും അറക്കുണ്ട്. ഇവിടെ എവിടെ ഞാൻ വെള്ളം ഉണ്ടാവില്ല. കടകൾ മൊത്തം കേട്ടോ, താഴത്ത് മേലൊക്കെ കടകളാണ്. ഫുള്ള് കടകളുണ്ട് ഇവിടെ. ഭയങ്കര റേറ്റ് കേട്ടോ. ജ്യൂസ് കുടിച്ചതിന് 80 രൂപ അടുത്ത് വന്നിട്ടുള്ളൂ. ചായക്ക് 20 രൂപ വേണം കേട്ടോ. പിന്നെ കയ്യിൽ പൈസ അല്ലാണ്ട് വരാൻ പറ്റില്ല. ഗൂഗിൾ പേ വെച്ചിട്ട് കാര്യമില്ല. പക്ഷെ തീരെ റേഞ്ചില്ല ഇവിടെ കേട്ടോ. കയ്യിൽ ഫണ്ട് വെച്ചിട്ട് ഇങ്ങോട്ട് വരണം കാര്യമല്ലോ. റേഞ്ചില്ലാത്തതുകൊണ്ട് കുടുങ്ങി മനുഷ്യനും ഇപ്പോൾ. പക്ഷെ അടുത്തേട്ടൻ്റെ കയ്യിൽ പൈസ ഉണ്ടായതുകൊണ്ടാണ് പുള്ളി പേയ്മെൻ്റൊക്കെ ചെയ്യണം. നമ്മൾ പേയ്മെൻ്റൊക്കെ പുള്ളിക്ക് നമ്മൾ ലാസ്റ്റ് കൊടുക്കുക. റേഞ്ചില്ല സ്ഥലത്ത് നിന്ന് സിം ഓപ്പൺ ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ പുള്ളിക്ക് നമ്മൾ പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കടകളുണ്ട്, ഫുള്ള് കടകളാണ് എനിക്ക്. ഓക്കെ, നല്ലൊരു ക്ലൈമറ്റ് കേട്ടോ. ഇതൊരു വീടല്ലേ? ഓ എന്താ അത്, അഞ്ഞേ ഇറക്കാമല്ലോ. ഓക്കെ, പിന്നെ ഈ തടത്തിട്ട് വേണ്ട വണ്ടി പോയി കയറാൻ. കാലൊക്കെ ക്ലീൻ ചെയ്ത് കാണാണ്ട് സ്മെല്ല് എടുക്കും വണ്ടി അകത്ത്. ഭയങ്കര കുതിരൻ്റെ ഒക്കെ
കാട്ടങ്ങൾ മുട്ടയിട്ട് ഇത് പല വളരെ കുഴപ്പമില്ല 10 കുതിരമ കയറാനുണ്ട് ലാറ്റമ കയറാനുണ്ട് ആർക്ക് നമ്മൾ ലൊക്കേഷൻ എത്താൻ അയക്കുന്നത് ഗൈസ് നോക്കിയേ. ഓ അന്യായ സ്ഥലം കേട്ടോ. നോക്കിയേ, ഓ നല്ല വ്യൂ നോക്കിയേ. ഇതൊക്കെ കാണാണ്ട് പോവാ പറയാം ഭയങ്കര നഷ്ടാണല്ലേ. ചേട്ടാ ഇതൊക്കെ കാണാണ്ട് പോകുമ്പേ ഭയങ്കര നഷ്ടാണല്ലേ. അത്രയും ലോകം നമ്മൾ വന്നിട്ട് നമ്മളിത് കണ്ടില്ല പറയുമ്പോ തന്നെ അടുത്ത ട്രിപ്പ് നമുക്ക് പ്ലാനിങ് ഇട്ട് വേണം ദയമായിട്ട്. പിന്നെ ഈ അറ്റത്ത് പോയി നിൽക്കും. ഹലോ ഗൈസ്, നമ്മൾ ഡോൾഫിൻ ന്യൂസിൽ വന്നു. ഞാൻ സ്ഥലം കേട്ടോ. ഓക്കെ സെറ്റപ്പ് സ്ഥലം എന്താ നോക്കിയേ. ഇതേമാതിരി അങ്ങോട്ട് കയറണം. ഞാൻ ആലോചിക്കുമ്പോൾ ദുഃഖം കടകളുണ്ട്. ചേട്ടാ ഫോട്ടോ എടുക്കണ്ടേ, പിക്ക് എടുക്കണ്ടേ? ശ്രദ്ധിച്ചു വരണം കേട്ടോ. ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിൽ നമ്മൾ താഴത്ത് പോകും. പൊടി കിട്ടില്ല നമുക്ക് താഴത്ത് കഴിഞ്ഞാല്. അച്ചാറില്ല നോക്ക് ജി, ഇവിടെ പൊടിയൊക്കെ കിട്ടുള്ളൂ. താഴത്തുനിന്ന് ബോഡി കിട്ടുക. അപ്പൊ ആൾക്ക് ജീവൻ ഉണ്ടാവില്ല. അന്യ സ്ഥലം നോക്കിയേ. ഇയർ ബാലൻസ് ഒക്കെ ഇല്ലാത്തല്ലേ ഇജ്ജ് പൂവല്ലേ നോക്കിയേ. പൂവണ സമയത്ത് അങ്ങോട്ട് വരുന്നു. ബാക്കിയും പറയില്ല ഞാൻ. സെറ്റപ്പ് സ്ഥലം. ഓക്കെ നമുക്ക് തുടങ്ങല്ലേ ഫോട്ടോ എടുക്കാനായിട്ട്. ശരത്തെ ഞാൻ നടക്കൊക്കെ ഉണ്ട്. ഇനി ഓരോ ഫോട്ടോ എടുക്കാനായിട്ട്. ശരത് നോക്കിയേ, ലുക്ക് ലുക്ക്. ചെറിയ ചൂടുണ്ടല്ലേ. ചെറിയ ചൂടുണ്ട്. അത് ഈ വെള്ളട്ടുണ്ടാ തണുപ്പ് ചൂട്. ഞങ്ങളിതാ അവിടുത്തെ ഫോട്ടോ എടുക്കലും അവിടുത്തെ പേര് മൊത്തം കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇനി കയറാൻ പോകും. മേലേക്ക് കയറാൻ പോവാ കേട്ടോ. ഭയങ്കര കിടപ്പ് ഉണ്ട്. ഇനി അടുത്ത ലൊക്കേഷൻ ഞാൻ അവിടെ ചേട്ടാ നമുക്ക് വീഡിയോ ഓക്കെ. നല്ല അടിപൊളി ഒരു സെറ്റപ്പ് സ്ഥലം കേട്ടോ. ചില കുറച്ച് ഡേഞ്ചറാണ് ഈ സ്ഥലത്തേക്ക് കാണാൻ. ആഴ്ചക്ക് ഇറക്കാണ്ട് ഒരുപാട് കുട്ടിയെ ഇറക്കാണ്. ഇവിടെ എത്ര തന്നെ മനുഷ്യൻ കിടപ്പ് കൂടും. അന്യായ കിടപ്പാണ് കേട്ടോ. ഇനി ഇതേമാതിരി അങ്ങോട്ടും കയറ്റാം. നമ്മൾ കയറും, നമ്മൾ തളർന്ന് ഉറക്കില്ല, കയറും. എന്തായോ മെല്ലെ മെല്ലെ കയറാൻ പറ്റുള്ളൂ. ഒരു പണി കയറാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വരും, ഇങ്ങോട്ടൊക്കെ വരും എല്ലാവരും. ഓക്കെ എന്തായാലും ലൊക്കേഷൻ എന്തായാലും ഞാൻ കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ ലൊക്കേഷൻ ഓക്കെ. ചെറുതെന്തായാലും അറിയാത്ത ടീമുകളുണ്ടാവുമല്ലോ, സ്റ്റാർട്ടിങ് വരുന്ന ടീമുകളൊക്കെ. ഞാൻ ഇപ്പോൾ അറിയാക്കോട്ടെ ലൊക്കേഷൻ തന്നെ. പിന്നെ എന്തായാലും ലൊക്കേഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ റൂമിൻ്റെ നമ്പറും അവിടുത്തെ ലൊക്കേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് മുന്നായി കിടക്കും അല്ലേ. നല്ല വൈബാട്ടോ അങ്ങനെ സോപ്പ് സ്ഥലം. ഓക്കെ സെറ്റായില്ലേ. കണ്ണൊക്കെ ഇടിക്കുന്നത് തന്നെ തന്നെ ഇവിടെയല്ലേ സ്ഥലം. നമ്മളെന്തായാലും മേലേക്ക് കയറട്ടെ. അപ്പോൾ അടുത്ത ലൊക്കേഷത്തിൽ വീഡിയോസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതുവരെ ബ്രേക്ക് വേണം നമുക്ക്. കുറേ മേലേക്ക് കയറാണ്ടല്ലോ.
അപ്പോൾ ഓക്കെ. ഹലോ ഗൈസ്, ഞങ്ങൾ മേലെ കയറി. കേറ്റായിരുന്നു കേട്ടോ. ഇനി വണ്ടി അവിടെ നിർത്തി, ഇനി വണ്ടി അവിടെ പോയി എടുക്കണം. ഞാൻ അങ്ങോട്ട് നടക്കണം. അല്ലാതെ ഓക്കെ ഒരു വഴിക്ക് തത്വമില്ല അത്. ഇനി വണ്ടി എടുത്ത് പോയി ഗൈസ്. അപ്പോൾ ഹലോ ഗൈസ്, ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു. ഭയങ്കര ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ അടുത്ത ലൊക്കേഷൻ എത്താനേക്കണ്. ഇതാണ് ലൊക്കേഷൻ ചെറുത്ത അവിടെ നിന്ന് കേട്ടോ. എത്താനായിട്ടുള്ളൂ. ഭയങ്കര ബ്ലോക്കാണ് ഇവിടെ. നമ്മുടെ ഫ്രണ്ടിൽ വേറെ വണ്ടി ഇറക്കുന്നുണ്ട്. മെല്ലെ മെല്ലെ പോകാൻ പറ്റുള്ളൂ ഇവിടെ കേട്ടോ. നല്ല അന്യായ സ്ഥലം കേട്ടോ. പേരെന്താണ് അവിടുത്തെ ഇപ്പൊ പോകുന്ന സ്ഥലത്ത് പേരെന്താണ്? ഗുണേക്കാവ് എന്തോ അതന്നെ. ലൊക്കേഷൻ കേട്ടോ ഷെയർ ചെയ്യാം. ഡ്രാഗൺസ് കിച്ചൺ. നമ്മൾ എന്തൊക്കെ വാങ്ങിയില്ലേ? മിഠായി വാങ്ങി നമ്മള്. ഞാൻ വീട്ടിലേക്ക് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റലൊക്കെ കുട്ടികൾക്ക് വാങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്താ വെച്ചാല് ചോക്ലേറ്റ്, നമ്മളെ മഞ്ഞ ചോക്ലേറ്റില്ലേ, ചോക്ലേറ്റ് ആയിട്ടുണ്ട്. അത് ഇവിടെ കൊടുക്കട്ടെ, അതിൽ മോശമല്ലേ. നല്ല ഗൈസ്, നമുക്ക് ലൊക്കേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര അന്യായ ബ്ലോക്കായിരുന്നു. 1.5 മണിക്കൂർ സമയം ലൊക്കേഷനിലേക്ക് എത്താൻ. 1.5 മണിക്കൂർ ഭയങ്കര ബ്ലോക്കായിരുന്നു. നോക്കിയാൽ അവിടുന്നാ വന്ന അവിടുന്ന് ഞാൻ വണ്ടി ഇവിടെ പറക്കരുത്. ഈ ഭാഗത്ത് അന്യായ ബ്ലോക്ക്. 1.5 മണിക്കൂറേ ആ ബ്ലോക്കിൽ നിന്ന് എത്താനായിട്ട്. ആകെ 350 മീറ്ററിന് 1.5 മണിക്കൂർ ഗൈസ് കേൾക്കണം അല്ലേ സാറേ? 350 മീറ്ററിന് 1.5 മണിക്കൂർ നമ്മൾ വെയിറ്റിംഗ് അല്ലേ? 1.5 മണിക്കൂർ. ഓക്കെ, ഇങ്ങനെ ബ്ലോക്ക്. അതൊക്കെ വരുമ്പോൾ എന്തറിയോ, ക്ലച്ചും ബ്രേക്കും നല്ല കറക്റ്റ് ആയിരിക്കണം. അന്യ സ്മെല്ലേ ക്ലച്ചിന്റെ അല്ലേ? നല്ല സ്മെല്ല്. ഭയങ്കര കയറ്റാണ്. വല്ല വരാൻ പറ്റില്ലേ? ബ്ലോക്കല്ലേ? അന്യായി കയറ്റാണ്. അതിൽ കയറ്റത്തൊക്കെ വണ്ടി സ്റ്റോപ്പിങ് നിൽക്കുന്നത്. ചവിട്ടിനെടുത്തല്ലേ വണ്ടി. പിന്നെ എന്തായി ക്ലച്ച് എന്തായി ചീറും, അത് ഉറപ്പാണ്. അന്യ സ്മെല്ല് ക്ലച്ചൊക്കെ നല്ല സ്മെല്ല്. നമ്മൾ അങ്ങോട്ടാണ് പോകട്ടെ കഴിയും. സ്മെല്ലേ ചീന സ്മെല്ല് ക്ലച്ചിന്റെ. ചെറുതാ ഒന്നും കഴിച്ചിട്ടില്ല. ചിക്കൊന്നും കഴിച്ചിട്ടില്ല. അത് കഴിക്കാൻ ഫുഡ് കഴിക്കുമ്പോൾ നീ കഴിക്കണം. അങ്ങോട്ടാ പോകേണ്ട കഴിച്ചു. എന്താ കഴിച്ചു പോണോ അതോ കഴിച്ചിട്ട് പോണോ? പോകണ്ടേ ബർഗർ കയ്യിൽ പൈസ ഉണ്ട്, ഞാൻ കൊല്ലട്ടോ. കയ്യിലില്ല, നെറ്റ്വർക്കില്ല ആർക്കും. നമ്മൾ ആശ ആശനായിട്ട് പൈസ മൊത്തം കഴിഞ്ഞു.
ടിക്കറ്റ് കണ്ടില്ലേ? ഓക്കെ ടിക്കറ്റ് അത് പറഞ്ഞു. ലൊക്കേഷൻ എത്തിയിരിക്കുന്നു ഗൈസ്. നോക്കോ അന്യായ ജനങ്ങൾ അല്ലേ? ടിക്കറ്റ് കിട്ടിയോ? ടിക്കറ്റ് കൊടുത്ത് കയറി അല്ലേ? നടക്കണോ? അടിപൊളി സ്ഥലം, സൂപ്പറായി അല്ലേ? അവിടെ അങ്ങനെയൊക്കെ തന്നെ. ഹലോ ഗൈസ്, ഇവിടെ എങ്ങനെയാണ് ഗൈസ് ഇതൊക്കെ പറയാ. ഇവിടെ പടം വെൽക്കം ടു അളവ് ടെൻഷൻ നോക്കടാ
അല്ലേ വേഗോ ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ വന്ന് ഇവിടുത്തെ പേടി മൊത്തം കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് പൂണ്ടി. അവിടേക്ക് നമ്മൾ പോകുന്നത് ഗായ്സ്. എന്തൊക്കെ പേരുകളാ. അപ്പം ഇനി അടുത്ത എൻ്റെ പേര് സന്ദീപ്. ലൊക്കേഷൻ അവിടെയാണ് നമുക്കുള്ളത്. ഭയങ്കര അന്യായ ഭയങ്കര തിരക്കാണ്ടോ. ഭയങ്കര സ്ഥലമാണ്. എല്ലാവർക്കും വന്ന് ഇഷ്ടം. ഭയങ്കര അടിപൊളി സ്ഥലം. നല്ല വ്യൂ കേട്ടോ. ഇവിടെ വേണം നോക്കുക മെയിനായിട്ട് വരുമ്പോ ഒക്കെ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ എടുക്കുന്ന ബ്രേക്കാണ് കേട്ടോ. ഓക്കെ, ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ നിർത്തിയിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചു. നല്ല ഹോട്ടലായിരുന്നു. നല്ല ചോറും കറിയും കഴിച്ചു. നല്ല മീൻ കറിയും ചോറും കഴിച്ചു എല്ലാവരും. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് വേറെ ഉള്ളായല്ലോ, പെട്ടെന്ന് വണ്ടി എടുക്കുന്നത് ടാസ്ക് ആവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്താ ഒന്ന് ഹോട്ടലിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് വന്നായിരുന്നു. അപ്പോൾ താഴത്ത് ടോയ്ലറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് എന്താ ടോയ്ലറ്റ് പോകാനൊക്കെ പറഞ്ഞാൽ താഴത്ത് തന്നെ. അപ്പോൾ നല്ല ക്ലൈമറ്റ് ഞാൻ കാണിച്ചു തരാം ഗൈസ്. കണ്ടോ, നല്ല ക്ലൈമറ്റ് ആണ്. ഇത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ എടുക്കാൻ തോന്നിയപ്പോൾ എടുത്തോട്ടോ. നോക്കി കണ്ടോ, നോക്കിയാ ക്ലൈമറ്റ്. ഇവിടെയാണ് ഹോട്ടൽ വരുന്നത്. ഇതാണ് ഹോട്ടലിൻ്റെ ബിൽഡിങ് വരുന്നത്. നല്ല ഹോട്ടൽ കേട്ടോ, സൂപ്പർ ഹോട്ടലാണ്. ഞാൻ ലൊക്കേഷൻ എന്തായാലും ഷെയർ ഇതുമ്പോൾ കൊടുക്കുന്നുണ്ട്. നല്ല ഹോട്ടലാണ്. ഈ വൈക്കറിയും ബിരിയാണിയൊക്കെ നല്ല ഹോട്ടലാണ്. ഫുഡ് കഴിച്ചത് നേരത്തെ കഴിച്ചോ. പൈസ എന്തായാലും ഒരാൾക്ക് എന്തായാലും 200. ഇപ്പോൾ എനിക്ക് ചോറ് കഴിക്കാൻ ചോറും മീൻകറി കൂടി 220 രൂപ കഴിക്കണം. അതേമാതിരി എല്ലാവർക്കും ടോട്ടൽ 130 രൂപ അടുത്ത് നമുക്ക് എല്ലാവർക്കും വന്നിക്കുന്ന എമൗണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞു. വയറുള്ളായി. ഇനി അടുത്ത് ഞങ്ങൾ പോകുന്നത് ലൊക്കേഷൻ വന്നില്ല, പൂന്നി അങ്ങനെ ആ സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ ആ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ഹോട്ടൽ കണ്ടത്. നല്ല ഹോട്ടലായിരുന്നു. ഹോട്ടലിൽ കാണിച്ചത് ഗൈസ് വരുന്നത്. ഇന്ന് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചായിരുന്നു ആ ഭാഗത്ത്. നല്ല ഹോട്ടലല്ലേ അല്ലേ? നല്ല ഫുഡല്ലേ? നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് കഴിക്കാൻ പ്ലാൻ. അപ്പോൾ ഇവരെല്ലാവരും ഇപ്പം പറഞ്ഞു ഇവിടുന്ന് കഴിക്കണ്ട, വെച്ചാല് നല്ല ഫുഡല്ല. അപ്പം നമുക്ക് ഇവിടുന്ന് കഴിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കഴിക്കുന്നത് കേട്ടോ. ഇതാണ് ഹോട്ടല് കണ്ടോ. നമ്മൾ ഇവിടുന്ന് വരുന്ന കഴിക്കാണ് കണ്ട ഹോട്ടല്. ഇങ്ങോട്ട് പോകണം, നമുക്ക് ഈ വഴിക്ക് പോകണം. ആ വഴിക്ക് ഈ വഴിക്ക് പോകണം നമുക്ക്. അപ്പോൾ നമുക്ക് ഈ വഴിക്ക് പോകാം. ആ ഓ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഗൈസ് നമ്മൾ ഇതാണ് ഹോട്ടലിൻ്റെ ഗൈസ് വരുന്നത് കേട്ടോ. നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോകണം. ഓക്കെ, ഞങ്ങളെന്തായാലും ബ്രേക്ക്. ഓക്കെ, ഗൈസ് ഞങ്ങൾ പൂണ്ടി പറഞ്ഞ ലൊക്കേഷൻ എത്തിയിരിക്കുന്നു. അന്യായ സ്ഥലമായിട്ട് ഗൈസ്. നോക്കിയാ കണ്ടോ സ്ഥലങ്ങളാട്ടത് കണ്ടോ. അന്യായ സ്ഥലം. വണ്ടി ഒരു സ്ഥലം കിട്ടുന്നത്. പൂണ്ടിയിൽ ഇനി റൂം എടുക്കണം വിചാരിക്കുന്നു. സമയം കിട്ടും അറിയില്ല. നാളെ രാവിലെ തിങ്കളാഴ്ച ഉച്ചയാകുമ്പോൾ എന്തായാലും ഞങ്ങൾ തിരിച്ചെല്ലാത്ത എത്തണം. തിങ്കളാഴ്ചയിലൊക്കെ ജോലിക്ക് കാണുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ചിലപ്പോൾ എന്താ ഇവിടെ റൂം എടുക്കലുണ്ടാവില്ല. നോക്കട്ടെ എന്തായാലും. റൂം എടുക്കുകയാണെങ്കിൽ കാര്യമാണ് നമുക്ക് നോക്കണം. അപ്പോൾ എന്തൊക്കെ വള്ളി കേസിനൊക്കെ പോലെല്ലാം കൂടിയിട്ട്
കാറൊക്കെ സ്റ്റാർട്ടാക്കി വെച്ചാൽ പോവാ എന്താ നോക്കിയേ എവിടെ പോകാൻ അറിയില്ല ഇല്ല കേട്ടെ ഇവിടുത്തെ ഫോട്ടോ എടുക്കുന്നു ഇവിടുത്തെ ഫോട്ടോ എടുത്ത് കൊടുക്കുന്നു ഓക്കെ നല്ല ഗ്രാമം ഓക്കെ ലൈറ്റ് കുറവാണ് ചേർത്തട്ടോ അയ്യോ അപ്പോൾ ഗായ്സ് എല്ലാവരും വരിക കൊടൈക്കനാൽ വരികയാണെങ്കിൽ പൂണ്ടിക്കേണ്ടായി വേണ്ടിക്കണ്ട നല്ല സ്ഥലമാണ് നഷ്ടം വിട്ടുപോകും നിങ്ങൾക്ക് ഇവിടെ വന്നില്ലെങ്കിൽ ഓക്കെ വരികയാണെങ്കിൽ നമ്മൾ കൊടൈക്കനാൽ എന്തായി വരികയാണെങ്കിൽ ഇവിടെ വരണം നല്ല കാര്യം കേട്ടോ നല്ല നമുക്ക് മെച്ചങ്ങളുണ്ടാവുള്ളൂ വന്നതിനൊക്കെ ഓക്കെ അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഇനിയിപ്പോൾ തിരിച്ച് പോവുകയാണ് നാട്ടിൽ പോവുകയാണ് അപ്പോൾ എന്തായാലും നാട്ടിലേക്ക് പോകുമ്പോൾ എന്തായാലും വീഡിയോസ് എടുക്കാനും പറ്റില്ല ആകെ ടയേർഡായിരിക്കണം നമ്മൾ എന്തായാലും കൂടി ടയേർഡായിരിക്കണാണ് ഇനിയിപ്പോൾ എന്തായാലും ഇവിടുന്ന് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യണം വീഡിയോ ഇനി ഇവിടുന്ന് അങ്ങോട്ട് വീഡിയോസ് എടുക്കാനും ചാൻസ് കമ്മിയാണ് ഉറങ്ങിയിട്ടില്ല ഒന്നാമത്തെ നല്ല ക്ഷീണമുണ്ട് വീഡിയോസ് എടുത്ത് നടക്കുക പറയുമ്പോൾ ഒരു ടാസ്ക്കാണെന്ന് പിന്നെ ഗ്രാമങ്ങളൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് ഏകദേശം മൊത്തമായിട്ടുണ്ട് ഏകദേശം അല്ല ഫുള്ളും കണ്ടിരിക്കണേ ഇനി ഇതൊന്നും കാണാനില്ല നിലവിലിപ്പോൾ ആകെ ലാസ്റ്റ് നമ്മൾ പൂണ്ടിക്ക് വന്നാൽ പിന്നെ പൂണ്ടി കണ്ടു ചിലപ്പോൾ സ്റ്റേ ചെയ്യും അല്ലെങ്കിൽ നമ്മൾ നൈറ്റ് എന്തായാലും ഇവിടുന്ന് പോകും അല്ലെങ്കിൽ നമ്മൾ കണ്ടിരിക്കുന്നത് മെയിനായിട്ട് അപ്പോൾ ഞാൻ പൂണ്ടിക്ക് ലൊക്കേഷൻ എന്തായാലും നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ താല്പര്യമാണെങ്കിൽ ലിങ്കിൽ കയറിയിട്ട് വന്നാൽ മതി വീട്ടിൽ പിന്നെ നമ്മൾ കൊടൈക്കനാലത്തെ റൂമിൻ്റെ കേസിന് നമ്മളെന്തായാലും നമ്പറും ആഡ് ചെയ്യേണ്ടത് ലൊക്കേഷൻ ആഡ് ചെയ്യേണ്ടത് എന്തായാലും പിന്നെ ഞാൻ ഹോട്ടലിൽ ഫുഡ് കഴിച്ചില്ലേ നല്ല ഫുഡാണ് അവിടുത്തെ സത്യം നല്ല ഫുഡ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ടത് പിന്നെ എമൗണ്ട് നോക്കണ്ട വെച്ചാൽ എന്തായാലും മിനിമം ഒരാൾക്ക് 250-200 എന്തായാലും വരും അവിടെ ആ ഹോട്ടലിൽ നിന്ന് പക്ഷെ നല്ല ഹെവി ഫുഡ് കിട്ടും കുഴപ്പമൊന്നും നല്ല ഫുഡ് കിട്ടും പിന്നെ ഗൈസ് ഇത്ര ഇന്നത്തെ വെച്ചാൽ ഇന്നത്തെ വ്ളോഗ് ഇന്ന് ഏകദേശം കഴിഞ്ഞു ഇനി നമുക്ക് അടുത്ത പ്ലാനിങ് നമ്മൾ ഉണ്ട് വെച്ചാൽ ഇനിയിപ്പോൾ ഒരു ഓണൊക്കെ ആകുമ്പോൾ തന്നെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു സഹായിച്ച് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ വന്നതിലൊന്നും നമുക്ക് പ്രശ്നമുണ്ടായിട്ടില്ല പിന്നെ ചിലവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇനി എന്തായാലും അടുത്ത വീഡിയോ എല്ലാം ഇനിയിപ്പോൾ ഞാൻ എന്തായാലും നാട്ടിൽ അത്യാവശ്യം ഒരു വീഡിയോസ് എടുക്കുന്നുണ്ട് നമ്മൾ ചിലവ് എത്രയായി എത്ര എമൗണ്ട് പൊട്ടി നമുക്ക് 5 പേർക്കും എണ്ണ പൈസ എത്ര പൊട്ടിയൊക്കെ നമ്മൾ ചിലവ് കണക്കൂട്ടി നമ്മൾ എന്തായാലും പോസ്റ്റ് ചെയ്യും അപ്പോൾ ഗൈസ് നമ്മൾ ഇത്ര ഉള്ള വീഡിയോസ് നമുക്കെല്ലാം അപ്പോൾ അല്ലേ ഹായ് പറഞ്ഞേ ലാസ്റ്റ് കഴിഞ്ഞില്ലേ ക്ലോസിങ് കഴിയുമ്പോൾ അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ എന്തായാലും കഴിഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോഴാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ബെല്ലൈക്കൺ ക്ലിക്കും ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോ എടുക്കാൻ ബൈ